നരകം എന്ന് പറഞ്ഞാൽ അത്രേ, നരകത്തിന്റെ ആഴം 70,000 കൊല്ലം. അപ്പൊ നരകത്തിന്റെ വീതി 70,000 കൊല്ലം ഉണ്ടാവുമല്ലോ. 70,000 കൊല്ലം നടന്നാൽ അക്കരെ കടക്കാൻ മാത്രം നീളമുള്ള ഒരു മുടി അയിമക്കൂടി മനുഷ്യന്മാര് ഇക്കണ്ട കോടാനക്കോടി മനുഷ്യന്മാര് മുഴുവൻ കടന്നു പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ബുദ്ധിയിൽ ഒതുങ്ങും? നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഒരിക്കലും അത് ആലോചിച്ച് മനസ്സിലായിട്ട് ഒരാൾ വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെന്താ, നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മനസ്സിലായപ്പോൾ സിറാത്ത് പാലം മനസ്സിലായതാണ്. ഞാനീ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നമുക്ക് മനസ്സിലായ വിഷയം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്ന് മനസ്സിലായതാണ്. ഇതാണ് മനസ്സിലായത്. അള്ളാഹിന്റെ റസൂലാണ് മുഹമ്മദ് നബി എന്ന് മനസ്സിലാവണമെങ്കിൽ 4 കാര്യങ്ങൾ മനസ്സിലാക്കണം. അർസലം ബിയദി ഫഅതാന ബിസ്സദ്ഖി വത്തബ്ലീഗി വല്ലമാന. ഫതാനത്ത്, അമാനത്ത്, തബ്ലീഗ്, സുദ്ഖ്, ഈ 4 കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂലാകുന്നു എന്ന് മനസ്സിലാവുക. മുഹമ്മദ് നബി അള്ളാഹിന്റെ റസൂലാണെന്ന് മനസ്സിലാകുമ്പോഴേ സിറാത്ത് പാലം മനസ്സിലാകുള്ളൂ, അപ്പോഴേ മീസാൻ മനസ്സിലാകുള്ളൂ, അപ്പോഴേ ഹിസാബ് മനസ്സിലാകുള്ളൂ, അപ്പോഴേ ഹൗദ് മനസ്സിലാകുള്ളൂ, ജന്നത്തും നാറും മനസ്സിലാകുള്ളൂ. അതിന് മുമ്പ് അത് മനസ്സിലാകാൻ പോണില്ല. അതുകൊണ്ട് നമ്മുടെ ഈമാന്റെ ബേസ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നു തന്നെ ഈ 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ നീതിമാനായിരുന്നു എന്നൊരാൾ വിശ്വസിച്ചു, അതുകൊണ്ട് മുഅ്മിനാവില്ല. മുഹമ്മദ് നബിയുടെ ശരീരം ഭയങ്കര ഉഷാറായിരുന്നു എന്നൊരാൾ വിശ്വസിച്ചു, അതുകൊണ്ട് മുഅ്മിനാവില്ല. ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ ഭരണം വരികയാണെങ്കിൽ ഇസ്ലാമിന്റെ ഭരണം വരേണ്ടതെന്ന് ഒരാൾ പറഞ്ഞു, അതുകൊണ്ട് മുസ്ലിം ആവില്ല. മുസ്ലിം ആവണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂലാണ് തന്നെ വിശ്വസിക്കണം, അപ്പോഴേ ആവുള്ളൂ. അള്ളാഹിന്റെ റസൂലാണെന്ന് വിശ്വസിക്കണമെങ്കിൽ, ആ വിശ്വാസം വരണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ വിശ്വാസത്തിൽ വരണം. അതുകൊണ്ട് നബി തങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഈ 4 കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് ദീനീ ദഅവത്തായി മാറുന്നത്. വാട്സപ്പിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ നമ്മൾ ധാരാളം വീഡിയോകൾ ഷെയർ ചെയ്യുന്നു. ദഅവത്തിന് വേണ്ടിയുള്ള ഷെയറിംഗ് ആണെങ്കിൽ ഈ 4 കാര്യങ്ങളിൽ ഒന്നായിരിക്കണം, അപ്പോൾ ദഅവത്താവുള്ളൂ. കാരണം ഈ 4 കാര്യത്തിൽ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിന്റെ റസൂലാണ് എന്ന് ബോധ്യമാവുള്ളൂ. അള്ളാഹിന്റെ റസൂലാണെന്ന് ബോധ്യമായാലേ ഈമാനിന്റെ ബേസായ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിലേക്ക് എത്തിച്ചേരുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അള്ളാഹുവിലാണ് നമ്മൾ വിശ്വസിച്ചത്, അള്ളാഹുവിലല്ല. ഇസ്ലാം അവതരിപ്പിക്കുന്ന തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതല്ല, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ് ഇസ്ലാം അവതരിപ്പിക്കുന്ന തൗഹീദ്. എന്താ വ്യത്യാസം? അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ അർഹൻ ഇല്ല, മറ്റാരുമില്ല എന്നതല്ല ഈമാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് അള്ളാഹുവിന്റെ റസൂലാണോ ആ അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ അർഹൻ ഇല്ല എന്നതാണ് നമ്മൾ അവതരിപ്പിക്കുന്ന തൗഹീദ്. അതുകൊണ്ട് ഈ തൗഹീദ് തന്നെ മനസ്സിലാവണമെങ്കിൽ ആദ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാവണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ടായത് അതാണ്.